കഴിഞ്ഞ ദിവസം പേളിമാണിയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. എന്തോ ഒരു ഫുട്ബോൾ മാച്ചിന് ഗസ്റ്റ് ആയി പോകുന്ന ഒരു വീഡിയോ ആണിത്. പേളിമാണിയുടെ മുഖം നോക്കി നിങ്ങൾ, എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നാണ്. പാവം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നുണ്ടെങ്കിൽ കൂടിയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആകെ തീരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് കയ്യിലിരിപ്പിന്റെയാ. എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അമ്മ അതിലെ സൈബർ അറ്റാക്ക് അല്ലേ റീസെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അതൊരല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതിന്റെ വിഷമം കൃത്യമായി പേളിമാണിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. നിലത്തൊന്നും അല്ലായിരുന്ന ആള് അങ്ങ് ബഹിരാകാശത്ത് പറക്കായിരുന്നു. എന്തായാലും നീലക്കൂൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോ വൻ തെറിവിളി ആയിരുന്നു കേട്ടോ. എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അത് ഞാൻ കേൾക്കാതിരിക്കാൻ മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു മാനേഴ്സ് നിങ്ങൾ കാണിക്കണം. നീ എന്നോടിങ്ങനെ ചെയ്യല്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ പേളിമാണി എവിടെ കണ്ടാലും ഇപ്പൊ ആൾക്കാർ ഊക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. ആക്ച്വലി അതൊക്കെ കാണുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മാറി എന്ന് അറിയാം. ചോദിച്ചു മേടിച്ചതാ സാറേ. പേളിമാണി റീസെന്റ് ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും ഒട്ടും റീച്ച് ഇല്ല എന്നുള്ളതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നുള്ളതാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഞാൻ റീസെന്റ് ചെയ്ത വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. നിങ്ങളൊന്ന് നോക്കി. 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ. വെറും 41 വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ.